നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒളിവിൽ എന്ന പ്രസ്താവനയെ എതിർത്ത് സാമൂഹ്യ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുകയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ എന്ന് പറയുന്നത് ശരിയല്ല. ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ് എന്ന് പറയുന്നതിന് തെളിവ് എവിടെ എന്നതടക്കമുള്ള ചോദ്യം അദ്ദേഹം ചോദിക്കുകയാണ്. ഇപ്പോൾ കുറ്റാരോപിതൻ മാത്രമാണ്, അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന രീതിയിലുള്ള ചില വിധിയെഴുത്തുകളെയും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. മാത്രമല്ല, കോടതി വിധി വരാതെ രാഹുൽ കുറ്റക്കാരനാണ് എന്ന് പറയാൻ ആർക്കും, മാധ്യമങ്ങൾക്ക്, പ്രത്യേകിച്ച് മാധ്യമങ്ങൾ അടക്കമുള്ളവർക്ക് അത്തരത്തിൽ യാതൊരു അധികാരവും ഇല്ല എന്നും രാജേന്ദ്രൻ പന്തളം മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. സാർ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം നമുക്കറിയാം. ഇപ്പോൾ 12ാം ദിവസത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. ഇത്തരത്തിൽ ഒളിവിലായിരിക്കുന്ന രാഹുലിന് ഗുണമാണോ ദോഷമാണോ? എന്താണ് അങ്ങയുടെ ഒരു വിലയിരുത്തൽ? നമ്മുടെ ഒളിവിലാണ് എന്നുള്ള ആ ഒരു വാക്യം തന്നെ, അല്ലെങ്കിൽ ആ വാചകം തന്നെ തെറ്റായിട്ടുള്ളതാണ്. ആരാണ് പറഞ്ഞത് രാഹുൽ ഒളിവിലാണ് എന്ന്? നമുക്ക് പറയാൻ അവകാശമില്ല. അദ്ദേഹം ഒളിവിലാണെന്നുള്ളതിന് എന്ത് തെളിവാണ് നമുക്കുള്ളത്? അദ്ദേഹം വെളിവിലില്ല എന്ന് പറയുന്നതിന്റെ. അദ്ദേഹം ഒരു വ്യക്തിയാണ്, MLA എന്നുള്ളതിലുപരി ഒരു വ്യക്തിയാണ്. അദ്ദേഹം എവിടെങ്കിലും ഉണ്ടാവും, ഉണ്ടാവാതിരിക്കാം. അപ്പോ ഇത് കോടതിക്ക് ബോധ്യപ്പെടേണ്ട കാര്യമാണ്. അദ്ദേഹം ഒളിവിലാണ്, ഞാൻ ഒളിവിലാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ തീർച്ചയായിട്ടും നമ്മള് ഈ സ്ത്രീകളുടെ മൊഴികൾക്കാണല്ലോ നമ്മളിപ്പോൾ വില കൊടുക്കുന്നത്. അതുപോലെ തന്നെ രാഹുലിന്റെ മൊഴികൾക്കും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു വിലയുണ്ട്, വില കൽപ്പിക്കുന്നുണ്ട് കോടതികൾ, നമ്മൾ കൽപ്പിച്ചാലും ഇല്ലെങ്കിലും. അതുകൊണ്ടാണ് രാഹുലിന്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് S. രാജീവ് അതിശക്തമായിട്ട് സുജയ പാർവതി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകരോട് തട്ടിക്കയറിയത്. നിങ്ങൾക്ക് ആരാണ് തെളിവ് തന്നത് രാഹുൽ ഒളിവിലാണ്? നിങ്ങൾ അങ്ങ് വിധികർത്താക്കളാവുകയാണോ എന്നുള്ള ചോദ്യം ഉന്നയിച്ചത്. അതുപോലെ തന്നെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറയാം. അദ്ദേഹം രതി വൈകൃതം ആണ് കാണിച്ചത്. ഇതൊക്കെ മുഖ്യമന്ത്രി തന്നെ പറയുകയാണ് വാർത്താ ലേഖകർ. അത് ശരിക്കും കോടതി അലക്ഷ്യമാണ്, കോടതിയോടുള്ള ധിക്കാരമാണ്. ഇതൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിലും വിചാരണയുടെ അടിസ്ഥാനത്തിലും അതിന്റെ വിധി പുറപ്പെടുവിക്കേണ്ടത് കോടതിയാണ്. എന്നിരിക്കെ ഒരു സംസ്ഥാന മുഖ്യമന്ത്രി സ്വയം ആ കോടതിയുടെ ഒരു അധികാരം സ്വയം കൈക്കലാക്കാൻ ശ്രമിക്കുന്നത് ഭരണഘടനാ വിരുദ്ധവും നമ്മുടെ ഭാരതീയ ന്യായ ശാസനയുടെ പരസ്യമായിട്ടുള്ള ലംഘനവുമാണ്. ഇദ്ദേഹം ഇങ്ങനെയുള്ള ആളാണ്. ബലാത്സംഗം ചെയ്തിട്ടുണ്ടോ, അദ്ദേഹത്തിൻ്റെതാണോ കുട്ടി, ഈ കാര്യങ്ങളൊക്കെ മതിയായ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലും മൊഴികളുടെ അടിസ്ഥാനത്തിലും പറയേണ്ടത് കോടതിയാണ്, കോടതി മാത്രമാണ്. മാധ്യമപ്രവർത്തകരല്ല, മുഖ്യമന്ത്രിയുമല്ല എന്നുള്ളത് തീർച്ചയാണ്. അല്ല, പ്രതികളല്ല. പ്രതികൾ പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ളൊരു മുൻവിധി വെച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത്. അദ്ദേഹം ഒളിവിൽ പോയി എന്നൊക്കെ പറയും. പോലീസിന് പിടികിട്ടിയില്ല, അപ്പൊ അവര് പിടികിട്ടാ പുള്ളിയായിട്ട് പ്രഖ്യാപിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഇതിന് ഞാനൊരു ഉദാഹരണം പറയാം. പണ്ടൊരിക്കല് ഒരു കേസില് കേരള മലയാള മനോരമയുടെ ചീഫ് എഡിറ്ററും ഉടമയുമായിട്ടുള്ള കണ്ടത്തിൽ കുടുംബത്തിലെ KM മാത്യുവിനെ അറസ്റ്റ് ചെയ്യാൻ ഒരു ഉത്തരവ് വന്നിരുന്നു. ഈ കേസ് ജനാധിപത്യ ഗവൺമെന്റ് ഭരിക്കുന്ന കാലത്താണ്. ജനാധിപത്യ ഗവൺമെന്റ്, അതിനു മുമ്പ് നേരത്തെ സർ CP ഉത്തരവിട്ടിരുന്നു. അത് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ, അദ്ദേഹത്തിന്റെ അപ്പൂപ്പൻ, അങ്ങനെ ആ ലെവലിലുള്ള ആൾക്കാരെയാണ് ലക്ഷ്യമിട്ടിരുന്നത്. അത് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കേസിലാണ്. പക്ഷെ ഇവിടെ നമ്മുടെ ജനാധിപത്യ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ KM മാത്യുവിനെതിരെ കോടതി പുറപ്പെടുവിച്ച നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടിരുന്നു. പക്ഷെ ഗവൺമെന്റ് അന്ന് മലയാള മനോരമയുടെ ഉടമയായ KM മാത്യുവിന്റെ പക്ഷത്തായിരുന്നു. കാരണം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒരു പക്ഷം തങ്ങൾക്ക് കിട്ടുകയില്ല. മലയാള മനോരമയുടെ ഒരു പക്ഷം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു പത്രമായിരുന്നു അന്നത്. അതുകൊണ്ട് തന്നെ ആ പത്രത്തിന്റെ ഒരു ആനുകൂല്യം തങ്ങൾക്ക് നഷ്ടപ്പെടും എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരുന്നു. അദ്ദേഹം കോട്ടയത്ത് കഞ്ഞിക്കുഴിയിലുള്ള മൗണ്ട് വാർത്തയിലുണ്ടായിരുന്നു അപ്പോഴും. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഭരണകൂടവും ഈ പത്രസ്ഥാപനവും തമ്മിൽ എത്തിച്ചേർന്ന ഒരു നിഗമനം, ആ ഒരു നിഗമനം നല്ലൊരു തന്ത്രം ഇങ്ങനെയായിരുന്നു. അതായത് KM മാത്യുവിനെ പിടികിട്ടാ പുള്ളിയായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു. എളുപ്പമുണ്ടല്ലോ. അപ്പൊ ഇതിലേക്കും ഉള്ളിനും കേടില്ലാതെ പത്രത്തിന്റെ ആനുകൂല്യവും ഒരു പക്ഷപാതവും തങ്ങൾക്ക് കിട്ടുമെന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് നടന്ന സംഭവമാണ്. നമ്മുടെ ചരിത്രത്താളുകളിലോ അല്ലെങ്കിൽ പഴയ പത്രത്താളുകളോ അത് മൈക്രോഫിലിം ചെയ്തിട്ട് മലയാള മനോരമയിൽ തന്നെ വെച്ചിട്ടുണ്ട്, ഓഫീസിൽ തന്നെ വെച്ചിട്ടുണ്ട്. പരിശോധിച്ചാൽ ഏതൊരു പത്രപ്രവർത്തകനും മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പൊ ഗവൺമെന്റ് അങ്ങനെ ഒരു നയം സ്വീകരിച്ചു. അപ്പോൾ
ഗവൺമെന്റ് പറയുന്നതാണ് കോടതി സ്വീകരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പോലീസിന് എന്നുള്ള നിഗമനത്തിലെടുത്തി. വാസ്തവത്തിൽ അതൊരു തട്ടിപ്പായിരുന്നു, പോലീസിന്റെ ഗവൺമെന്റിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ഒരു തട്ടിപ്പായിരുന്നു അത്. അപ്പൊ ഇങ്ങനെയുള്ള പല സൂത്രങ്ങളും നടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഒരു ഗവൺമെന്റിന് അങ്ങനെ പെരുമാറാമെങ്കിൽ തീർച്ചയായിട്ടും വ്യക്തികൾക്കും രാഹുൽ ചെയ്തിട്ടില്ലാത്ത കുറ്റങ്ങളും മൊഴിയായിട്ട് ആരോപിക്കാമല്ലോ. അങ്ങനെ പല സംഭവങ്ങളും നടന്നിട്ടുണ്ടല്ലോ. സരിതാ നായരുടെ കാര്യത്തിൽ, അതുപോലെ സ്വപ്ന സുരേഷിന്റെ കാര്യത്തിൽ ഒക്കെ ധാരാളം ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. അല്ലാതെ തന്നെ ശരിയായിട്ടുള്ള രീതിയിലാണെങ്കിൽ യാമിനി എന്ന് പറയുന്ന ഗണേശിന്റെ കാര്യത്തിൽ, ആ മന്ത്രിയായിട്ടുള്ള ഗണേശിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ മുഹമ്മദ് റിയാസിന്റെ ആദ്യത്തെ ഭാര്യ കൊടുത്ത മൊഴികളുടെ അടിസ്ഥാനത്തിൽ, മുകേഷ് MLA ആദ്യത്തെ ഭാര്യ, അദ്ദേഹം പിന്നെ 2 വിവാഹങ്ങൾ കഴിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അങ്ങനെ അവര് കൊടുത്ത മൊഴികളെന്ന് പറഞ്ഞ് ഇതിനേക്കാൾ വളരെ ക്രൂരമായ രീതിയിൽ ഭർത്താക്കന്മാർ തങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള കേസുകളും ഇവിടെ നിലനിൽക്കുകയാണല്ലോ. അപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തെയാണ് ഇപ്പോൾ വളഞ്ഞിട്ട് വേട്ടയാടുന്നത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും കൂടി ചേർന്നു. അതേസമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഇതുപോലെ സമാനമായിട്ടുള്ള കുറ്റം ചെയ്ത ആൾക്കാർ അല്ലെങ്കിൽ കുറ്റ ആരോപിതരെ എന്നേ നമുക്ക് പറയാൻ പറ്റൂ. രാഹുൽ മാങ്കൂട്ടത്തിലും ഞാനീ പറഞ്ഞ 3 കക്ഷികൾ, അത് ഗണേഷ് കുമാറും അതുപോലെ തന്നെ മുകേഷും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസും എല്ലാം തന്നെ കുറ്റാരോപിതരാണ്. അതുപോലെ വിൻസെന്റ് MLA, എൽദോസ്, ഇവരും കുറ്റാരോപിതരാണ്. PJ ജോസഫ് പണ്ട് കുറ്റാരോപിതനായിരുന്നു, PK കുഞ്ഞാലിക്കുട്ടി പണ്ട് കുറ്റാരോപിതനായിരുന്നു, അതുപോലെ AK ശശീന്ദ്രൻ വളരെ 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 പോക്സോ നിലവാരത്തിലെത്തുന്ന ഒരു കേസിലെ ആരോപിതനായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അങ്ങനെയൊക്കെ ഇതെല്ലാം നിലനിൽക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് ഇത് ആദ്യമായിട്ട് കേരളത്തിൽ ഇതിനൊരു മാതൃക സൃഷ്ടിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു പൈതൃകം സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് ശരിയല്ല. ഇതൊക്കെ കോടതി തീരുമാനിക്കട്ടെ. നമുക്ക് ഇപ്പൊ നോക്കൂ, നീലലോഹിതദാസൻ നാടാർ, അദ്ദേഹം ഇതിനെന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിനെതിരെ ഒരു മുതിർന്ന IAS തന്നെയാണ് ആരോപണം ഉന്നയിച്ചത്. അദ്ദേഹം ഇപ്പൊ കുറ്റവിമുക്തനായി. അപ്പൊ കുറ്റവിമുക്തനായി കഴിയുമ്പോൾ അദ്ദേഹം ഒളിവിലാണെന്ന് പറയുന്നതും അദ്ദേഹത്തിന്റെ രതിവൈകൃതമായിട്ട് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും അവര് പറഞ്ഞത് തെറ്റാണെന്ന് കോടതി സമർത്ഥിക്കുകയാണ്. അപ്പോ തെറ്റായിട്ടുള്ള കള്ളമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ഈ ആരോപണങ്ങൾ ഇപ്പോ പച്ചയായിട്ടും സത്യമായിട്ടും, അതായത് ഒരു ആരോപണം എന്നുള്ള രീതിയിലല്ലാതെ ഉറപ്പിച്ച് പറയുന്നവർ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടേണ്ടതാണ്. കാരണം 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ലെന്നുള്ളതാണല്ലോ നമ്മുടെ BNSന്റെയും അന്തസത്ത. അപ്പൊ അതിന് നിരക്കുന്നതല്ല കോടതി അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള അതോറിറ്റി. ഈ കുറ്റങ്ങൾ ഒക്കെ തെളിയിക്കുന്നതിന് മുമ്പ്, അതിലുള്ള ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒളിവിലാണോ തെളിവിലാണോ എന്നുള്ള കാര്യം നമുക്കിപ്പോൾ പറയാൻ പറ്റുകയില്ല. അദ്ദേഹം ധാരാളം പരാതികൾ കോടതിയുടെ മുമ്പിൽ അദ്ദേഹം ഉണ്ട്. കോടതിയിൽ നിന്ന് അദ്ദേഹം ഒളിഞ്ഞു മാറിയിട്ടില്ല. കോടതിയിൽ അദ്ദേഹം ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, തെറ്റുകാരനല്ല, എനിക്ക് മുൻകൂർ ജാമ്യം വേണം എന്നൊക്കെ അപേക്ഷ കൊടുത്തല്ലോ. അപ്പൊ പിന്നെ ഒളിവിലാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? പറ്റില്ല. അപ്പൊ ഒളിവിലാണെന്നുള്ള നമ്മളുടെ ആ മുൻവിധി തന്നെ തെറ്റാണ്. അപ്പൊ കുറ്റവാളിയാണെന്നുള്ളതും കോടതി തെളിയിക്കേണ്ട കാര്യമാണ്. അതൊരു മുൻവിധിയാണ്, നമ്മൾ വിധിക്കാൻ പാടില്ല. നമ്മൾ വിധിക്കാൻ പോകുമ്പോൾ, വിധി വരുന്നതിന് മുമ്പേ നമ്മൾ വിധിക്കാൻ പോകും. അത് 15-ാം തീയതിയാണ് വരേണ്ടത്. അതിനു മുമ്പേ നമ്മൾ വിധിക്കാൻ പോകുമ്പോൾ നമ്മൾ നടത്തുന്നത് മുൻവിധികളാണ്. അതും തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് ഇതിൽ ഏറ്റവും ശരിയായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ബെന്നി ബെഹനാൻ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റാരോപിതൻ മാത്രം. ഇനി ഒരു കാര്യം കൂടി പറയാം. ഈ കോൺഗ്രസ്സുകാരും എല്ലാം കൂടി, പൊതുസമൂഹവും സ്ത്രീകളും എല്ലാം കൂടി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടും. പക്ഷെ സമാനമായ വേട്ടയാടലൊന്നും ഉണ്ടാവാതെ CPMൽപ്പെട്ട സമാനമായ കുറ്റാരോപിതർ വളരെ സുന്ദരമായിട്ട് അധികാര പദവികളിൽ തന്നെ വിരാജിക്കുന്നുകൊണ്ട് അവരെ വളരെ ഭംഗിയായിട്ട് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ രക്ഷപ്പെട്ട ആൾക്കാരാണ് ഉയർന്ന പദവിയിൽ ഇപ്പൊ ഇരിക്കുന്ന PJ ജോസഫും PK കുഞ്ഞാലിക്കുട്ടിയും PK ശശിയും ശശിയും എല്ലാവരും തന്നെ നമുക്കറിയാമല്ലോ. നമുക്കറിയാവുന്ന കാര്യം. പാർട്ടി വെച്ചല്ല ഞാൻ പറയുന്നത്, എല്ലാ പാർട്ടികളിലും സമാനമായ കുറ്റം ചെയ്ത ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും കുറ്റം ചെയ്ത നല്ല കുറ്റാരോപിതരുണ്ട്. കുറ്റം ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത് കോടതിയുടെ തീരുമാനമാണ്. അപ്പോൾ ഈ ആരോപിക്കപ്പെട്ട ആൾക്കാർ ധാരാളമായിട്ടുണ്ട്.
കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ സരിതാ നായരുമായിട്ട് നടത്തിയ ഒരു സംഭാഷണത്തിന്റെ ഓഡിയോ ക്ലിപ്പുകൾ സമൂഹത്തിൽ ലഭ്യമാണല്ലോ. അങ്ങനെ ധാരാളം ആളുകളുള്ളപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പിലെ ചർച്ചയും അതുപോലെ തന്നെ പൊതുസമൂഹത്തിലെ ചർച്ച ഒരു വ്യക്തിയിലേക്ക് മാത്രം ഒതുങ്ങുമ്പോൾ അവിടെ കുഴപ്പമുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തെ ആകെ ബാധിച്ചിരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളെ പാർട്ടി നിരപേക്ഷമായി ബാധിച്ചിരിക്കുന്ന ഒരു തെറ്റിനെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. അതൊരു പാർട്ടിയിലേക്കും ഒരു വ്യക്തിയിലേക്കും ചുരുങ്ങുമ്പോഴാണ് അതിന്റെ ഫോക്കസ് നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയും ഒരു വ്യക്തി വേട്ടയാടപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ആ വ്യക്തി മാത്രമായിട്ട് എടുക്കുമ്പോൾ അതൊരു ഇരയായി തീരുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം മറ്റ് സമാനമായ കുറ്റകൃത്യങ്ങൾ ചെയ്തവരൊക്കെ രക്ഷപ്പെട്ടു നിൽക്കുന്നു, അവർക്കൊരു കുഴപ്പമില്ല, അവർക്ക് നേരെ ഒരു വിരലും ചൂണ്ടുന്നില്ല. അത് സമൂഹം ചെയ്യുന്ന ഒരു തെറ്റാണ്. സമൂഹത്തിന് എല്ലാ വിരലുകളും നേരെ ചൂണ്ടാൻ ഒരു കുറ്റവാളി വീതം അസംബ്ലിയിലായാലും മന്ത്രിസഭയിലായാലും എല്ലായിടത്തും ഉണ്ട്. എന്നിരിക്കും അപ്പോൾ സമൂഹത്തിന് മൊത്തം സ്ത്രീകൾ നേരിടുന്ന ഒരു പ്രശ്നമായിട്ട് വേണം ഇതിനെ കാണാൻ. അല്ല ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിക്കുമ്പോൾ അത് നമുക്ക് തെറ്റിപ്പോകുന്നു, അതിന്റെ ഗൗരവം നഷ്ടപ്പെട്ടു പോവുകയും അത് രാഷ്ട്രീയമാവുകയും ചെയ്യും. രാഷ്ട്രീയത്തിന് അപ്പുറമുള്ള ഒരു കാഴ്ചപ്പാടാണ് സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഈ വ്യഥകളെക്കുറിച്ചും. സ്ത്രീകൾ അതുപോലെ തന്നെ പുരുഷന്മാരെ വേട്ടയാടാൻ വേണ്ടി ഒരായുധമായിട്ട് തങ്ങളുടെ സ്ത്രീത്വം ഉപയോഗിക്കുന്നു എന്നുള്ളതും വളരെ ഗൗരവമായിട്ട് ബാലൻസ് ചെയ്ത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കോടതിയുടെ വിധി വരട്ടെ. അതിനേക്കാൾ വലിയൊരു വിധി നമ്മൾ ഈ സംസാരിക്കുന്ന ദിവസം തന്നെ വരാനിരിക്കുന്നു ദിലീപിന്റെ. ദിലീപ് ചെയ്തത് ഇതിനേക്കാളും ക്രൂരവും കുറ്റകരവും നമ്മളെ ഞെട്ടിപ്പിക്കുന്നതുമാണെന്ന് അതിന്റെ നാൾവഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ ആരോപിക്കുകയല്ല, കോടതിയാണ് ഇന്നത്തെ പറയേണ്ടത്. അപ്പോൾ അങ്ങനെയാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ടല്ലോ. അത് നമുക്ക് ബോധ്യപ്പെടുന്നു. ഒരു നിമിഷത്തിന്റെ ദൗർബല്യം കൊണ്ട് സംഭവിക്കുകയല്ല, വളരെ പ്ലാൻഡ് ആയിട്ട് ആസൂത്രിതമായിട്ട് ചെയ്തൊരു കുറ്റകൃത്യമാണ് അവിടെ. കുടുംബ കലഹം ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരാളിനെ തുടർന്ന് പകപോക്കൽ എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ അത് ഇതിനേക്കാൾ വലിയൊരു സിനിമ സ്റ്റൈലിൽ ചെയ്യപ്പെട്ട ഒന്നാണ്, ആസൂത്രിതമാണത്. അത് കൊട്ടേഷൻ അതിന്റെ പിന്നിലുണ്ടെന്നൊക്കെ പറയുന്നു. എല്ലാ ആരോപണങ്ങളാണ്, കോടതിയാണ് പറയേണ്ടത്, ഇന്നറിയാം നമുക്ക്. അപ്പൊ അത് ഇതിനേക്കാൾ വളരെ വളരെ ഗൗരവപ്പെട്ട ഒരു കേസായിട്ട് വരുന്നു. രണ്ടുപേരും പരസ്പരം സമ്മതത്തോടു കൂടി ചെയ്യുന്ന ഇതിനേക്കാൾ എന്തായാലും ഗൗരവമേറിയതാണല്ലോ. ഒരു ബലാത്സംഗത്തിന് ഇരയാക്കിപ്പെട്ട് അതിന്റെ വീഡിയോ ക്യാസറ്റും എടുത്ത് അത് പബ്ലിക് ഡൊമൈനിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരു കൗതുകവും അതിനുള്ള ഒരു മനസ്സും ഉണ്ടാവുക എന്ന് പറയുന്നത് അത് ക്രിമിനൽ മനസ്സല്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ. ഇപ്പോഴും ദിലീപ് അങ്ങനെ ചെയ്തു എന്ന് അങ്ങനെ ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെയാണെന്നാണല്ലോ കേസ്, പ്രോസിക്യൂഷൻ കേസ് അങ്ങനെയാണ്. അപ്പോൾ അത് ശരിയോ തെറ്റോ എന്ന് കോടതി പറയും. അത് ശരിയെന്ന് പറയുവാണെങ്കിൽ ഇതിനേക്കാൾ എത്രയോ ഗൗരവാവഹമായ ഒന്നാണത്. അതുപോലെ തന്നെ ഇപ്പോൾ ശബരിമല കേസിൽ പത്മകുമാർ ചെയ്തത് വെട്ടിത്തിരുത്തി ആന്റി പ്രോപ്പർട്ടി ആയിട്ട് 500 കോടി രൂപയ്ക്ക് അത് വിദേശ മാർക്കറ്റിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അത് ഇതിനേക്കാൾ എത്രയോ വലിയൊരു കേസാണ്. അപ്പോൾ നമ്മൾ ഈ കേസ് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് മാത്രം ഒതുക്കുമ്പോൾ അതിൽ ഒരു ശരിയായിട്ടുള്ള നീതികേടുണ്ട്. അതെ, അത് നീതികേടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് അദ്ദേഹം ഒളിവിലല്ല, കോടതിയുടെ സമക്ഷം അവരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം പറയുന്നിടത്തോളം, കോടതി പറയുന്നത് ഇപ്പൊ ജയിലിലേക്കാണെങ്കിൽ അത് അനുസരിക്കുന്നിടത്തോളം, ജാമ്യത്തിന് വേണ്ടി ഇനിയും സുപ്രീം കോടതിയിലേക്ക് പോകുമെങ്കിൽ അദ്ദേഹം ഒളിവിലല്ല, അദ്ദേഹം കോടതിയുടെ മുമ്പിലുണ്ട്. കോടതിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ കോടതിയെ അനുസരിക്കാതെ നിൽക്കുമ്പോഴാണ് വാസ്തവത്തിൽ ഒളിവിലാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുക.